ഞാൻ ഈ ഒരു വ്യക്തിയുടെ ഒരു ഇപ്പോൾ ഹാഷ്മി പറഞ്ഞ വീഡിയോയിലുണ്ട്. ആ കുട്ടി ഇപ്പോഴും സഫർ ചെയ്യും. ആ കുട്ടി പ്രഗ്നന്റ് ആണ്. ആ കുട്ടി പ്രഗ്നന്റ് ആയിട്ട് ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട സമയത്ത് ചോദിക്കുന്നത് ബോച്ചയുടെ കുട്ടിയാണോ എന്ന്. ബോച്ചയുടെ ഈ പ്രയോഗം കാരണമാണ് അത് വന്നത്. എവിടെ പോണു? അപ്പൊ ഇമാതിരി സംസാരിച്ചിട്ട് സൊസൈറ്റിയിൽ ഇയാൾക്കെതിരെ വരുന്ന ആളുകളോട് എന്തും അടിച്ചു തുറന്ന് ഇയാൾക്ക് ഏത് രീതിയിലും ഇങ്ങനത്തെ വർത്താനം പറയാന്നുള്ളതിന് ആളുകൾ കൈയടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ആരാണ് അയാൾക്ക് ഇത്രത്തോളം കൈയടി? ഇപ്പൊ രാഹുൽ ഈശ്വർ അവിടെ ഇരുന്ന് പറയുന്നത് കേട്ടു. ശുക്രിയ, എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. ഇവിടെ ഹണി റോസിന്റെ ഡ്രസ്സിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഇതിന്റെ കോൺടെസ്റ്റ് മാറ്റി വിടുകയാണ്. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ഈ വ്യക്തി കാലാകാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന തെമ്മാടിത്തരങ്ങള് ഇവരെ എല്ലാവരും കൂടി ചെയ്തിട്ട് അതിന്റെ ഒരു ഇന്റൻസിറ്റി കുറയ്ക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ ഹണി റോസിന്റെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പറയുന്നത്. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഫ്ലാഷ് ബാക്ക്. ഹണി റോസിന്റെ വസ്ത്രധാരണം കുറച്ച് ഓവറാണ് എന്ന് കരുതാത്ത ഒരു ഹണി റോസിന്റെ വസ്ത്രധാരണം നമ്മളെ അസ്വസ്ഥമാക്കേണ്ട കാര്യം എന്താ? ഹണി റോസിന്റെ വസ്ത്രധാരണം ഇഷ്ടമില്ല, അങ്ങോട്ടൊക്കെ നോക്കണ്ട പോരെ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതിനെപ്പറ്റി ഒരു കമന്റ് പറയുന്നതിനപ്പുറം അതിനെപ്പറ്റി ലൈംഗിക വൈകൃതം എന്ന് പറഞ്ഞ പെർവേർട്ടുകൾ അല്ലെങ്കിൽ വൃത്തികേട് എന്ന് പറഞ്ഞ വർത്താനം പറയാം, അത് ന്യായമെന്ന് പറയാണോ രാഹുൽ? അതല്ല ഉദ്ദേശം. ഇപ്പം വൾഗറായി സംസാരിക്കരുത്. അതേപോലെ വൾഗർ ഡ്രസ്സിംഗ് ചിലക്കെങ്കിലും ഉണ്ടെന്ന് തോന്നിയാൽ അത് അക്നോളജ് ചെയ്യാനെങ്കിലും ഒരു മനസ്സ് കാണിക്കും. അല്ല, രാഹുൽ ഈശ്വർ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിരുദ്ധമായ ഒരു വസ്ത്രധാരണവും നടത്തിയിട്ടില്ല ഹണി റോസ്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എടാ നിനക്ക് വേറെ പണിയില്ലേ? ഈ എന്റെ സൽവാനക്കായിട്ട് വർത്താൻ പറഞ്ഞിരിക്കാൻ ആ നേരത്തെ നിനക്ക് എന്റെ വണ്ടി കഴുകിയിടായിരുന്നില്ലേ? എന്താണോ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്, അയാൾ കാണിച്ചു വെച്ചതോ അയാൾ പറഞ്ഞു വെച്ചതോ ആയിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഓപ്പണാണ്. കയറി നോക്കിയിട്ട് ഏതെങ്കിലും ഒരാൾക്ക്, നാണോ മാനോ ഉള്ള ഒരാൾക്ക് ആ കാര്യം സപ്പോർട്ട് ചെയ്യാൻ പറ്റും. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു പോവാ. ഇതിനാണ് അവനവൻ പാരാന്ന് പറയുന്നത്. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.